അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഈ ചളിവെള്ളം, കെട്ടി നിൽക്കുന്ന ചളിവെള്ളം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ ചളിവെള്ളം അധികം ആളുകളും ഇഷ്ടപ്പെടുകയില്ല. കാരണം ചളിവെള്ളം എന്ന് പറയുന്നത് അതിൽ പലതരത്തിലുള്ള വൃത്തികേടുകളുണ്ടാവും. ആ വൃത്തികേടുകൾ കാരണം തന്നെ ചളിവെള്ളം ആരും തന്നെ തീരെ ഇഷ്ടപ്പെടുകയില്ല. അതേ സമയത്ത് ഒഴുകുന്ന ജലം അത് വളരെ ശുദ്ധമായ ജലമായിരിക്കും. അതെല്ലാവർക്കും ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അതിൽ ചളിവെള്ളം ആരും അങ്ങനെ നോക്കൂല, താഴോട്ട് നോക്കൂലാരും, ചെതുപ്പ് നിലത്തിലേക്ക് ആരും നോക്കുകയില്ല. അതേ സമയത്തോ മുകളിലുള്ള നക്ഷത്രങ്ങൾ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളിലേക്കാണ് ആളുകൾ നോക്കുക. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുറത്തേക്കിറങ്ങി യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള കാഴ്ചകളും നമുക്ക് കാണാം. ആ കാഴ്ചകളൊക്കെയും നമുക്ക് ബുദ്ധിവികാസത്തിനും പലതരത്തിലുള്ള അറിവുകൾ ഉണ്ടാക്കാനും അത് ഉപകരിക്കും. കെട്ടിയിട്ട അല്ലെങ്കിൽ കൂട്ടിലിടപ്പെട്ട ഒരു മൃഗം, ആ മൃഗവും പുറത്തിറങ്ങി നടക്കുന്ന മൃഗവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഒരു സിംഹം, ആ സിംഹം ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയിൽ ജീവിച്ചാൽ ആടിൻ്റെ സ്വഭാവമായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ വളരെ ഉയരങ്ങളിൽ പറക്കാൻ കഴിയുന്ന പക്ഷികളുടെ രാജാവായ പരുന്ത്, ആ പരുന്ത് അത് താറാവിന് മുട്ട വെച്ച് വിരിയിച്ചാൽ താറാവിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ആ പരുന്ത് ഒരിക്കലും അത് പറക്കാൻ ശ്രമിക്കുകയില്ല. കാരണം എന്താ? ആ താറാവിൻ്റെ സ്വഭാവമായിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ നമ്മൾ വിശാലമായ ഈ ലോകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പകർത്താനുണ്ട്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കുറവുകളും വൈകല്യങ്ങളും ഉണ്ടാവും. ആ വൈകല്യങ്ങളൊക്കെ കൂടുന്തോറും അതിനെ അതിജീവിക്കാൻ പ്രകൃതി നമുക്ക് ഒരു ശക്തി തരും. അത് പല ആളുകളും കണ്ടെത്താറില്ല എന്ന് മാത്രം. അത് കണ്ടെത്തുക എന്നതാണ് ജീവിതത്തിൻ്റെ വിജയം. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, സീറു ഫിൽ അർളി ജമിയ, നിങ്ങൾ ഭൂമി ലോകത്തിലൂടെ നടക്കുക. പ്രപഞ്ചത്തിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. മാത്രമല്ല, പ്രപഞ്ചത്തിൻ്റെ സർവ്വ വസ്തുക്കളിലും അതിശയിപ്പിക്കുന്ന കലകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അവയെ അന്വേഷിക്കൽ അള്ളാഹുവിനെ, ദൈവത്തിനെ അന്വേഷിക്കലിൻ്റെ ഭാഗമാണെന്നും ഇമാം വസാലി റഹ്മത്തുള്ളാഹി അലഹിയും അതുപോലെ തന്നെ ഇബ്നു അറബും ഒക്കെ സംയുക്തമായി ഒന്നിച്ച് ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിവുകൾ പലപ്പോഴും നമുക്ക് തിയറിയിൽ നിന്ന് ഒരുപാട് അറിവുകൾ ലഭിക്കാം. അതിന് അറിവെന്നാ പറയാം. ആ സമയത്ത് ആളുകൾ പറയും അവന് അറിവില്ല, വിവരമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വിവരമെന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരാൾ വന്നിട്ട് പറയുന്നു ഇന്ന ആൾ മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വിവരമാണ്. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വിമാനം ഇടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വീണിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കിട്ടുന്നത് വിവരമാണ്. അപ്പോൾ ആ വിവരം നമുക്ക് കിട്ടണമെങ്കിൽ അത് പ്രകൃതിയിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് നാം യാത്ര ചെയ്യുകയും, കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ എപ്പോഴും നമ്മൾ കെട്ടി നിന്നാൽ നമുക്ക് ആ വിവരങ്ങളൊന്നും കിട്ടുകയില്ല. ഈ ലോകത്ത് കാണുന്ന പ്രധാനപ്പെട്ട പേരെടുത്ത ആളുകളൊക്കെ ഈ ലോകത്തിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. അത് നിങ്ങൾ ആരും മതപരമായ നേതാക്കന്മാരെടുത്താലും രാഷ്ട്രീയ നേതാക്കന്മാരെടുത്താലും സാംസ്കാരിക നേതാക്കന്മാരെടുത്താലും അവരൊക്കെ ഈ ലോകത്തിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. ആ യാത്രയിലൂടെയാണ് അവർ ജീവിതം അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള അറിവുകളും സമ്പാദിക്കുന്നത്. ആ യാത്രയിലൂടെയാണ്. ആ യാത്രയാണ് നമ്മുടെ വിശാലമായ നമ്മുടെ മനസ്സ് വികാസം സൃഷ്ടിക്കുന്നത്, അതിലൂടെയാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ സീറു ഫിൽ അർളി ജമിയ, അങ്ങനെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഒന്നൂർ കൈഫ കാന ആഖിബത്തുൽ മുക്കദ്ദിബീൻ, പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യാത്ര വളരെയധികം നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.